CJP തൊടുത്തുവിട്ട സമരം കോൺഗ്രസ് ഏറ്റെടുത്ത പാർലമെന്റിലും ആ സമരത്തിന് അലയൊലികൾ ഉണ്ടാവുന്നു. രാജ്യസഭയിൽ ലോക്സഭയെ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. 12 മണി വരെ ഇരു സഭകളും പിരിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, വലിയ പ്രതിഷേധമാണോ ഇരു സഭകളിലും ഉണ്ടായത്? തീർച്ചയായും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് എന്തായാലും പ്രതിഷേധം പ്രതീക്ഷിച്ചതാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കോൺഗ്രസ് എംപിമാർ വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിലെത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് എംപിമാർ അടക്കമുള്ള ജനപ്രതിനിധികളെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളെല്ലാം ഇന്നലെ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ് ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുപോയത്. എന്തായാലും ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കുമെന്നത് രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയതാണ്, കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയതാണ്. പാർലമെന്റിന്റെ ഇരു സഭകളും ചേരുന്നതിന് മുൻപ് തന്നെ ഇന്ന് ഇന്ത്യ മുന്നണി യോഗം ചേരുകയും ഈ പ്രതിപക്ഷ നീക്കത്തിന് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ചകളും ഇന്ന് നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. പാർലമെന്റിന്റെ ലോക്സഭയിൽ ഇന്ന് ഒരു നടപടിയിലേക്കും കടക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇന്ന് പാർലമെന്റ് ആരംഭിച്ചപ്പോൾ ശൂന്യവേളയ്ക്ക് ശേഷം വിഷയത്തിൽ ചർച്ചയാകാമെന്നാണ് സ്പീക്കർ നിലപാട് സ്വീകരിച്ചത്. എന്നാൽ സ്പീക്കറുടെ ആവശ്യത്തിനോട് ഒട്ടും വഴങ്ങാൻ തന്നെ ഈ പ്രതിപക്ഷ എംപിമാർ തയ്യാറായിരുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് എംപിമാർ തയ്യാറായിരുന്നില്ല. ഇതോടുകൂടി പാർലമെന്റിന്റെ ലോക്സഭ ഇന്ന് ഉച്ചവരെ 12 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. ആ സമയത്തും രാജ്യസഭ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാജ്യസഭയിൽ യാതൊരു തരത്തിലും പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നില്ല. സഭാ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഉപരാഷ്ട്രപതി. എന്തായാലും പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ എണീറ്റതോടുകൂടി ഈ ഭരണപക്ഷത്തെ എംപിമാർ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു നടപടികൾ തടസ്സപ്പെട്ടതോടുകൂടിയാണ് 12 മണി വരെ രാജ്യസഭയും നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്ന പാർലമെന്റ് മാർച്ചിലേക്ക് പോലീസ് നടത്തിയ നടപടിക്കെതിരെയായിരുന്നു ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രതിഷേധം അറിയിച്ചത്. പക്ഷേ ആ പ്രതിഷേധ സ്വരത്തെ പോലും ഇന്ന് പാർലമെന്റിനകത്ത് കേൾക്കാൻ സ്പീക്കറോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ തയ്യാറായില്ല എന്നത് തന്നെയാണ് എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധം കൂടുതൽ ശക്തമായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുന്ന നിലയിലേക്ക് വരെ എത്താൻ കാരണമായിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളും 12 മണിക്ക് വീണ്ടും ചേരും. പക്ഷെ അപ്പോഴും ഇതേ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ തീരുമാനം. ഇന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കോൺഗ്രസ് എംപിമാരെല്ലാം കറുത്ത വസ്ത്രം അണിഞ്ഞാണ് പാർലമെന്റിലേക്ക് എത്തിയത്. പാർലമെന്റിന് മുൻപിൽ ഈ കോൺഗ്രസ് എംപിമാർക്കെതിരെ ഉണ്ടായ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എംപിമാർക്കെതിരെ ഉണ്ടായ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം എന്തായാലും ഇന്ന് കോൺഗ്രസ് കാഴ്ചവെക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട് അവിടെ നടപടികൾ തുടരുമ്പോഴും ജന്തർ മന്ദറിലും സമാനമായ രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സേനാവിന്യാസം നടത്തുന്നുണ്ട്. ഇടവിട്ട് മറ്റു പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലിനുള്ള സാധ്യതയുണ്ട് എന്ന് ചില ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പാർലമെന്റിലാകെ നടത്തിയിട്ടുള്ളത്. എന്തായാലും ആ പാർലമെന്റിന് ചുറ്റും നടത്തിയ സുരക്ഷാ ക്രമീകരണത്തിന് സമാനമായ രീതിയിൽ ജന്തർ മന്ദറിലും സമീപത്തുള്ള കൊണാട്ട് പ്ലേസിലും എല്ലാം തന്നെ ഇതേ രീതിയിൽ പോലീസിന്റെ സേനാവിന്യാസമുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള സായുധ സംഘത്തെയും ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന പോലെ തീർത്തും സമാധാനപരമായി തന്നെ ജന്തർ മന്ദറിലെ സമരം പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ നരനായാട്ട് അല്ലെങ്കിൽ പോലീസിന്റെ അതിക്രമം എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിരവധി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. വനിതാ സമരപ്രവർത്തകരെ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ നടപടിയെയാണ് പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃത്വം ഇന്ന് എന്തായാലും ചോദ്യം ചെയ്യുന്നത്. പാർലമെന്റ് പിരിഞ്ഞിരിക്കുകയാണ്. ഇരു സഭകളും പിരിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് സഭകൾ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്.